അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതല്ല സുഖല്ലേ? എപ്പോഴും രാവിലെ തന്നെ ഇങ്ങനെ വരുന്ന വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ അൽഹംദുലില്ലാ മോൾക്ക് കുറവുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് സ്വർഗത്തിൽ ചെടി നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒരു ചെടി നട്ടു, ഈത്തപ്പന ചെടി നട്ടു. ഇത് നമുക്ക് സ്വർഗത്തിലൊരു വീടായാലോ? ഇൻഷാ അല്ലാഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിലൊരു വീട് തരാം. അപ്പോൾ സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു റവാത്തിബ് സുന്നത്തുകൾ ശീലമാക്കിയാൽ സ്വർഗത്തിലൊരു വീട് തരാമെന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടേ അല്ലേ സ്വർഗത്തിലൊരു വീട്? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ചര്യകൾ, ഇത്തരം സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ വേറൊരു ചെറിയ കുഞ്ഞു കാര്യം കൂടി പറയാം. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്, നമ്മളെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു തആല പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. സിമ്പിളായിട്ടൊരു കാര്യം അല്ലേ? ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് സുന്നത്തായ രീതിയിൽ ഭക്ഷണം കഴിക്കാം. എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ ഒരു ദുആ നമ്മൾ പറഞ്ഞാൽ, ആ ഹദീസിൽ അങ്ങനെയാണ് പറയുന്നത്, നമ്മളെ മുഴുവൻ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. ചെറിയ ഒരു ശ്രദ്ധ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കൊടുത്താൽ നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ നേടാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മകളും മറന്നു പോകാതെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.